പടത്തിൽ? ARM-ന് ശേഷം നമുക്ക് അടുത്തൊരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാം. മൈ ബോയ്സ് വിൽ അത് പറഞ്ഞില്ലേ, അത് എല്ലാ സിനിമയിലും ട്രേഡ് മാർക്കാണ് ആ ഒരു ഡയലോഗ്. മൈ ബോയ്സ് അത് ഈ നമ്മൾ ശീലിച്ചിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കും. ഓക്കെ കമോൺ മൈ ബോയ്സ്, അതൊരു സുഖം പറഞ്ഞു വെച്ചാണ് ഡയലോഗ്. അല്ല തന്നെത്താൻ വെറുതെയാണോ ഡയലോഗ് പറയുന്നത്. എനിവേ ഐ റിയലി ലവ് ദ ഫിലിം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടോ? ഇവിടെ കണ്ടോ? വെരി ഗുഡ്. ഞാൻ ചെറിയ ലവ് സ്റ്റോറി, നിങ്ങൾക്കൊരു ഡിഫറൻസ്. എല്ലാം നിങ്ങളൊരു ആക്ഷൻ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരു ലവിലാണ് ഞാൻ അധികം കോൺസെൻട്രേഷൻ. എൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്ക് ശരിക്കും ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതുണ്ട്. അത് മുടി മുഴുവനൊക്കെ ഞാൻ പറഞ്ഞെടുത്ത് എന്താ അവിടെ ചെയ്തോളൂ. അപ്പോൾ എനിക്കത് കാണുന്നത് തോന്നി നമുക്ക് ഏത് രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അറിയില്ല. പിന്നെ ഇടത്തെ കൈക്കും ഒരു ബാൻഡേജ്, അത് ശരിക്കും അങ്ങനെ എന്തെങ്കിലും പറ്റിയതാണോ? ചെറിയൊരു അതൊരു ഡിഫറൻസ് കൊടുത്താണ്. സെക്കൻഡ് പാർട്ടിൽ അതൊക്കെ കാണിക്കുമോ? അറിയില്ല. ശരി, സിനിമ കാണാനുള്ള പ്രേക്ഷകരോടുകൂടെ എന്താണ് നീ പറയാനുള്ളത്? ഈ പടം കാണുന്നത് നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കും എന്താ സിനിമ കാണാൻ മെസ്സേജിനല്ല. ഒരു 2.5 മണിക്കൂർ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻറ്റും അതേസമയത്ത് നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്നതായിട്ടുള്ള പല തെറ്റുകളിൽ നിന്നും നമുക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കും. അതിനകത്ത് ആ കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ എത്ര പെൺകുട്ടികൾ ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നു. അവരുടെ കുട്ടികളല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചു ആ കുട്ടി പറയണം അല്ലെങ്കിൽ അവരെ കൊല്ലുന്നത് ഇറ്റ് വാസ് നോട്ട് മൈ മിസ്റ്റേക്ക്, ഐ വിൽ ഫൈറ്റ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ വളർത്തിയെടുക്കാൻ അത് അച്ഛനമ്മമാരെ കാണുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ആ ധൈര്യമാണ് കൊടുക്കുക. അല്ല അയ്യോ നീ പോയി അത് ചെയ്ത് ഇത് ചെയ്തു. വി ഷുഡ് ഓൾവേസ് സപ്പോർട്ട് ദ വിക്ടിം. കാരണം അവർ വേണം ചെയ്യുന്നതാണ്, അവർ ചതിക്കപ്പെടുന്നതാണ്. പ്രേക്ഷകരോടൊപ്പം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ആ ക്ലൈമാക്സിലെ ഫ്ലൈറ്റ് സീക്വൻസ്, ഫ്ലൈറ്റിലെ ഫൈറ്റ് സീക്വൻസ് മാമിന്റെ അഭിനയം ഇറ്റ് വാസ് നൈസ്. അത് അല്ല ടൊവിയാണ് പക്ഷെ മെയിനായിട്ട് എങ്കിലും നമ്മുടെ തൃഷ മാമിനോടൊപ്പം ഒക്കെ ഉള്ളൊരു കോമ്പിനേഷൻ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പടം കാണാം പ്ലീസ്. കുറച്ചുകൂടി പിന്നെ അതേപോലെ ടൊവിനോടൊപ്പം പെയറായിട്ട് വന്ന വെരി പാവം, വെരി ഈസി ടു വർക്ക് വിത്ത്. ഒരു സ്റ്റാർട്ടർ ഒന്നും ഇല്ലാത്ത ആളാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, അപ്പം ജനുവരിയിലെ ഫസ്റ്റ് പടമാണ് ഈ വർഷം 25-ല്. അപ്പോൾ പ്രേക്ഷകർ ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എങ്കിലും ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഫുൾ എന്റർടൈൻമെന്റ് മൂവി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക. ലോട്ട് ഓഫ് സ്റ്റാർസ്, ലോട്ട് ഓഫ് സ്വീറ്റ് ക്യൂട്ട് മൊമെന്റ്സ്. ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷിച്ച പോലൊക്കെ സിനിമയുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടോ? പുള്ളിയോടല്ലേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ, എന്നോടൊന്നുമില്ല. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? എന്തോ ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? അതിപ്പോ ഇപ്പൊ ഇറങ്ങിയല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്ത സമയത്ത്. മാമിൻ്റെ കൂടെ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. സിനിമ തിയേറ്ററിൽ വന്ന് കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും ഐഡന്റിറ്റി തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ ബാക്കി ഡിസിഷൻസ് മൊത്തം ഓഡിയൻസിനാണ്. എന്തോ ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് ഫിലിം കാണാൻ ഒറ്റയ്ക്കാണോ വന്നത്, ഫാമിലി ആയിട്ടാണോ വന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഫാമിലി ആയിട്ടപ്പോൾ ഇനി എൻ്റെ വീട് വൈക്കും. ഇനി വീട് കഴിഞ്ഞിട്ട് അവിടെ പോയി അവരോട് ഇഷ്ടപ്പെട്ടു. ടൊവിനോ എങ്ങനെയുണ്ട് ചേച്ചി? ടൊവിനോ സൂപ്പറാണ്.
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ARM-ന് ശേഷം ടോവിനോയുടെ അടുത്ത ഹിറ്റ് പ്രതീക്ഷിക്കാം നമുക്ക്. സോറി ആഫ്റ്റർ ARM ആഫ്റ്റർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ അഖിൽപോളിന്റെ മൂവീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ടാണ് അവർ കവർ ചെയ്യാറുണ്ട്, ഓരോ ഡീറ്റെയിൽസും സയന്റിഫിക് രീതിയിലെല്ലാം. എനിക്ക് പേഴ്സണലി അതിന് മേലെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. ഫാമിലിക്കൊക്കെ വന്ന ഫാമിലിക്കെല്ലാം വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണെന്ന് തന്നെയാണ് എൻ്റെ എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ഫൈറ്റ്സ് ഉണ്ട്, അതേപോലെ മേക്കിംഗ് വൈസും എല്ലാം അടിപൊളി തന്നെയാണ്. ഇംഗ്ലീഷ് പടം നല്ല ലെവലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. നല്ല മേക്കിംഗ് ആണ്, ഹോളിവുഡ് ക്വാളിറ്റി മേക്കിംഗ് ആണ്. ടോവിനെ ഈ പ്രാവശ്യം തൂക്കിയെന്ന് ഉറപ്പാണ്. ടോവിനെ ഈ വർഷം തൂക്കിയെന്ന് ഉറപ്പുണ്ടെന്ന്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. അതായത് ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടുവരുന്ന ക്വാളിറ്റി ഉണ്ട്. ഒരിക്കലും നമുക്ക് സ്ക്രീനിൽ കണ്ടെടുക്കാൻ തോന്നില്ല. നമ്മളെപ്പോഴും ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. എന്താണ് ശരിക്കും ഏതെങ്കിലും ചുരുളേക്ക് വരുവാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ടോവിനോയുടെ ARM-ന് ശേഷം നമുക്ക് അടുത്തൊരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാമോ? ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു. എങ്ങനെ മക്കളെ പിള്ളേർ എങ്ങനെയുണ്ട്? പടം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഇഷ്ടപ്പെട്ടോ? Did you like the film? How was it? How was the film? How was the movie? Okay. മാം എങ്ങനെ ഉണ്ടായിരുന്നു പടം? Tovino, how was Tovino? His performance? Okay.